റംല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ബീച്ചിലെ ഒരു സ്ഥലത്ത് പോയി അവിടെ കുറച്ച് ആളുകളുമായിട്ട് കണ്ടു. ആരാണെന്നറിയില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യവുമില്ല. ഈ ബീച്ചിന്റെ സൈഡിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് കിടക്കുന്നത്. അവിടെ നിരവധി കടകളുണ്ട്, അതിൽ പലതും 3 സ്റ്റാർ എബോവ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെയാണ്. കോർപ്പറേഷൻ ഓഫീസ് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ പരിസരത്തെങ്കിലും CCTV ക്യാമറ ഉണ്ടാവില്ലേ റംല? അതെ, അത് തന്നെയാണ് നമ്മളെ ചോദ്യം. അത് അന്വേഷിക്കേണ്ടത് ആദ്യത്തെ ദിവസങ്ങളിൽ നടത്തിയ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ലെവലിലായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ആ ലെവലിലൊന്നും അന്വേഷണം നടത്തിയിട്ടില്ല. ഈവൻ CD ടവറിൽ മാമി മിസ്സാവുന്ന CCTV ക്യാമറ CD ടവറിലെ CCTV നോക്കിയത് 27-നോ 28-നോ ആണ്. മാമി മിസ്സാവുന്നത് 26-നോ 27-നോ ആണ്. മാമി മിസ്സാവുന്നത് 22-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു, കേസ് ഫയൽ ചെയ്തു രാത്രിയിൽ. ആ രാത്രി തന്നെ അവർ എന്ത് ചെയ്യണമായിരുന്നു ശരിക്കും, ആ രാത്രിയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ CD ടവറിൽ എത്തിയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങളും, അതിൻ്റെ മുന്നിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, റൈറ്റിലേക്ക് പോയാലും ലെഫ്റ്റിലേക്ക് പോയാലും ഒരുപാട് CCTV ക്യാമറകളുണ്ട്. ആ ക്യാമറകളിലൊക്കെ 23-ാം തീയതി തന്നെ അവർ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 22-ാം തീയതി നൈറ്റിൽ അവരോട് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു സംഭവങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവർ CD ടവറിൽ എത്തുന്നത് 26-നോ 27-നോ ആണ്. അതായത് വേണമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു സമയം പോലീസ്, അങ്ങനെ ഒരു കാലതാമസം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇപ്പം ഈ ബീച്ചിലെ കാര്യം നോക്കുകയാണെങ്കിൽ കൃത്യമായി അങ്ങനെ തന്നെ പറയാമല്ലേ റംല? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് വലിയ ബോധമൊന്നും വേണ്ട, അതൊരു സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോവുകയാണെങ്കിൽ റൈറ്റിലോ ലെഫ്റ്റിലോ പോയാലുള്ള അവിടുത്തെ CCTV നോക്കിയാൽ തന്നെ ദൃശ്യം മനസ്സിലാവും. AR ക്യാമറയാണെങ്കിൽ കൃത്യമായിട്ട് ഏത് നൈറ്റിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യലും ക്ലിയറായിട്ട് കിട്ടാൻ പറ്റും. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാരനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും. അല്ല, ഇപ്പൊ ഈ പോലീസ് ബീച്ചിന്റെ അവിടെയുള്ള ആ ഭാഗത്ത് ആ ബിൽഡിങ്ങിൽ വന്നു, ശരി CCTV കിട്ടിയില്ല, ഈ IT വിദഗ്ധനെയും കൊണ്ടുവന്ന് അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്നാ ആ ബിൽഡിംഗ് ഓണർ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് നമ്മൾ അറിയുന്നത് ഈയിടെ ആയിട്ടാണ്, 4 months ആയിട്ടുള്ളൂ എടുത്തിട്ടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യം അറിയുന്നത്, ഇങ്ങനെ ഒരു മീറ്റിംഗ് 21-ാം തീയതി നടന്നിരുന്നു എന്നുള്ളത് ഈ ഒരു 4 months ആയിട്ടേ ഉള്ളൂ നമ്മൾ അറിഞ്ഞത്. നമ്മൾ അറിഞ്ഞ അന്ന് തന്നെ പോലീസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവരോട് അന്വേഷിച്ചിരുന്നു ഈ കാര്യം. ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഓണർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മാമി കുറച്ച് ടെൻഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങ് സാധാരണത്തെ പോലെ അത്ര ഒരു പ്രസന്നത ഇല്ലായിരുന്നു എന്നുള്ളത് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായി ഈ കാര്യം പോലീസിനോട് ചോദിച്ച സമയത്ത് അത് അദ്ദേഹം വെറുതെ അങ്ങനെ പറയാമെന്ന്, ഞങ്ങൾ പോയിട്ടുണ്ട്, ആ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു, ആ ക്യാമറ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലായിരുന്നു എന്ന് ചോദിച്ചേരം അത് നമ്മൾ ശ്രമിച്ചിരുന്നു എന്ന് അവരെ ഭാഗത്തുനിന്ന് കിട്ടിയത്. പക്ഷേ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ശുഷ്കാന്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു ബ്ലോക്ക്, അങ്ങനെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ടെന്ന് എവിടെന്നോ കിട്ടിയ പോലെയോ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെയാണല്ലോ തോന്നുന്നത്? അതെ, അതിലൊരു സംശയമില്ല. കാരണം കുറേ ലൂപ്പ് ഹോൾസ് ആണ്, കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം തോന്നുന്നത് കേൾക്കുമ്പോൾ. അതെ. അന്ന് ആ ബിൽഡിംഗിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ആ ഓണറെ തിരിച്ചറിഞ്ഞിരുന്നോ മാമി അല്ലാതെ? ഇല്ല, മാമിക്ക് പരിചയമില്ലാത്ത, അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു എന്നാ പറഞ്ഞ്. ശരി, ഇപ്പം നേരത്തെ താങ്കൾ റംല പറയുകയുണ്ടായി, ഈ 1 മാസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ചില തരത്തിലുള്ള ഈ ആളുകളൊക്കെ ഈ തമ്മിൽ പറയുന്നത് കേട്ടു, ഇനി തിരിച്ചു വരില്ല ആളെന്ന്. ശത്രുക്കൾ ഉണ്ടായിരുന്നോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ ഈ റിയൽ എസ്റ്റേറ്റിൽ, അവിടെ എല്ലാ റിയൽ എസ്റ്റേറ്റിലും മാമിയുടെ പേര് കേൾക്കും. അപ്പം സ്വാഭാവികമായും ഒരുപക്ഷെ ശത്രുക്കൾ അങ്ങനെ ഉണ്ടായിരുന്നു. കുടുംബത്തിന് അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ഞങ്ങൾക്ക് ബിസിനസ് കാര്യത്തിൽ ഒരു കാര്യമായിട്ടുള്ള അറിവുകൾ മാമിയുടേതില്ല. അതുകൊണ്ട് ഒരു ശത്രുത ഉള്ളതായിട്ട് നമ്മൾ തോന്നിയിട്ടില്ല കേട്ടോ.
ബിസിനസ്സിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിവിലില്ല. ഇത് മമ്മി മിസ്സായതിനു ശേഷവും അങ്ങനെ ഒരു ന്യൂസൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ കാര്യങ്ങളൊന്നും ഫാമിലിയിൽ ഷെയർ ചെയ്യാത്തത് കൊണ്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നതായി, ജോലിപരമായി എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഭാര്യയോടോ മറ്റോ സംസാരിച്ചിരുന്നോ മാമി? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം ഇന്നൊരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞോളൂ റംല, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമ്മൾ കഴിയാവുന്ന രീതിയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. നമ്മൾ കുടുംബവും പല ഡിപ്പാർട്ട്മെൻറ്റിലും മുഖ്യമന്ത്രിനാണെങ്കിലും ADGP ആണെങ്കിലും DGP ആണെങ്കിലും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു CBIക്ക് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞെങ്കിലും കേസ് പോയത് SITയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മോണിറ്ററിങ് ADGP പിന്നെ അജിത് കുമാർ സാറാണെന്നാണ് നമ്മൾ കേട്ടതെന്നല്ല, അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഓഗസ്റ്റ് 22-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ഒരു പ്രതിഷേധ ധർണയൊക്കെ നടത്തിയിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള. അന്ന് ഈവനിങ്ങിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ADGP സാറ് കോഴിക്കോട് വന്നിരുന്നു എന്നും അതൊരു ഒരു അന്വേഷണ സംഘത്തെ കണ്ട് മീറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതിൻ്റെ റിസൾട്ട് ഒന്നും എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ADGP ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നെയാണ് കേൾക്കുന്നത്. അത് ആർക്ക് വേണ്ടിയായിരുന്നു, പുരോഗതി ഉണ്ടായിരുന്നു? ജൂണിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ ഓഗസ്റ്റ് 22-ാം തീയതിയോ ഈ 22-ാം തീയതി സൺഡേയിൽ സാറ് ഈവനിങ്ങിൽ കോഴിക്കോട് വന്നിരുന്നു എന്നും അവിടെ ഈ അന്വേഷണ ടീമുമായിട്ട് മീറ്റിംഗ് നടത്തിയിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആര് പറഞ്ഞു അതിന്റെ അപ്ഡേറ്റ്സ് ADGP MR അജിത് കുമാർ കഴിഞ്ഞ, അതായത് ഒരാഴ്ച മുൻപ് കോഴിക്കോട് വന്നിരുന്നു. ഒരാഴ്ച മുമ്പ് അതെ കോഴിക്കോട് ഒരു സൺഡേയിൽ ഈവനിങ്ങിൽ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ ഇടപെടൽ നടത്തി പോസിറ്റീവായിട്ടാണ് നമ്മൾ ശരിക്കും റിസൾട്ട് വേണ്ടി. ADGP സാറ് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് നേരത്തെ ഇടപെടുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ ADGP സാറ് ഇടപെടുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായുള്ള തെളിവാണ്. ഞങ്ങൾ ഒരു ടീമിനെ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആ ടീം അന്വേഷണത്തിലേക്ക് വരുന്നത് സാറിൻ്റെ പ്രത്യേക പ്രകാരമാണ്. അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു ADGP അന്വേഷണത്തിൽ ഇടപെടുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് പോസിറ്റീവ് റിസൾട്ടാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ടൊന്നും നമുക്ക് ഇതുവരെ ഇല്ല. ADGP എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ നിയമം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉന്നതനായ ഓഫീസറാണ്. അദ്ദേഹം ഇത് കേസ് തെളിയിക്കുന്നതിലാണ് ശുഷ്കാന്തി കാണിക്കേണ്ടത് ശരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നത്തേതിൽ നിന്നും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഈ കേസിൻ്റെ ഈ സ്വാധീനങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പോസിറ്റീവായിട്ടാണെങ്കിൽ ആദ്യത്തെ 1 വീക്കിൽ നിന്നൊരു ഒരു പുരോഗതിയും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. അത് കേസ് തെളിയിക്കാനാണോ തെളിയിക്കാതിരിക്കാനാണോ ഈ ശുഷ്കാന്തികളിൽ നിന്നൊന്നും നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ശരി, വളരെയധികം നന്ദി റംല. ഇത്രയും കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചതിന്. റംലയുമായി സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ ആശങ്കകളും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം റംല നേരത്തെ ഒരു വാചകം പറഞ്ഞിരുന്നു, 2 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കാമായിരുന്നു. കാരണം കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു വ്യവസായ പ്രമുഖനെ കാണാതാകുന്നത്. എന്നിട്ടും 1 വർഷം ഇപ്പുറം കഴിഞ്ഞിട്ടും ഒരു സൂചനയും. ADGP MR അജിത് കുമാർ പല തവണ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, SIT രൂപീകരണത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബം ആരെ വേണ്ട എന്ന് പറഞ്ഞു അതേ ഉദ്യോഗസ്ഥനെ ആ SITയിൽ നിയോഗിച്ചാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. അങ്ങനെ കുടുംബത്തിന് നിരവധി ആരോപണങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ എവിടെ പോയി, എന്തിനു പോയി, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, അങ്ങനെയാണെങ്കിൽ ആര്, ഈ ചോദ്യങ്ങൾക്കൊന്നും കുടുംബത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. CBI അന്വേഷണമാണ് അവർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്.